നമസ്കാരം, ഞാൻ ഡോക്ടർ കവിത. ഇന്ന് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. HIV ഓർ എയ്ഡ്സ് എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റുകയും ശരിയായ അറിവ് നൽകാനും ചെയ്യേണ്ട ഒരു സുപ്രധാന ദിവസം. എയ്ഡ്സ് അല്ലെങ്കിൽ HIV എന്താണ്, അതിന്റെ വ്യത്യാസം എന്താണെന്ന് പലർക്കും അറിയാറില്ല. പലർക്കും സംശയം ഉണ്ടാകുന്ന എയ്ഡ്സും HIVയും ഒരുപോലെ തന്നെയല്ലേ എന്നാണ്. HIV എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ശരീരത്തിലെ പ്രതിരോധശേഷി ആവുന്ന CD4 സെല്ലുകളിനെ ഗ്രാജുവലി കുറയ്ക്കുന്ന ഒരു വൈറസാണ്. എയ്ഡ്സ് എന്നത് HIV ചികിത്സിക്കാതെ വൈകിയാൽ ഉണ്ടാകുന്ന ഒരു അഡ്വാൻസ് സ്റ്റേജ് ആണ് ഈ HIV അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പം HIV വൈറസ് ശരീരത്തിൽ കയറി അത് കുറച്ചും കൂടെ ചികിത്സിക്കാതെ വേഴ്സൺ ചെയ്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. HIV ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? HIV നമുക്കുള്ള CD4 പ്രതിരോധ കോശങ്ങളെ നശിപ്പിക്കുകയും CD4 കൗണ്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. ചെറിയ അണുബാധ വന്നാലും വലിയ തോതിൽ അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇമ്മ്യൂണിറ്റി കുറയും, ശരീരം രോഗപ്രതിരോധ ശേഷി കുറയുകയും ചികിത്സയില്ല എങ്കിൽ എയ്ഡ്സിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ HIV എങ്ങനെയാണ് പകരുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? രക്തം, ബീജം, യോനിസ്രാവം, മാതാവിൽ നിന്ന് പാലിലൂടെ കുഞ്ഞിനും ഒക്കെ ഇങ്ങനെയാണ് നമ്മുടെ HIV പകരുന്നത്. പകരുന്ന പ്രധാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? സുരക്ഷിതമില്ലാത്ത ലൈംഗിക ബന്ധം, ഇൻഫെക്റ്റഡ് ആയ വ്യക്തിയുടെ രക്തം ശരീരത്തിൽ കടക്കുന്നതോടുകൂടി നീഡിലോ ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതലായിട്ട് വരാറുള്ളത്. കാലത്ത് പ്രസവ സമയത്ത് മുലയൂട്ടുമ്പോൾ മാതാവിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV വൈറസ് വന്നേക്കാം. അതേപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി. അപ്പം ഇപ്പം വളരെയധികം സ്ട്രിക്ട് റൂൾസ് ഉണ്ട്. നമ്മൾ വളരെയധികം ചെക്ക് ചെയ്തിട്ടേ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ HIV എങ്ങനെയൊക്കെ, അപ്പൊ നമ്മളിപ്പം ശരിക്കും HIV എന്താന്ന് പറഞ്ഞു, അത് സ്പ്രെഡ് ചെയ്യുന്ന രീതി പറഞ്ഞു. ഇനി എങ്ങനെയൊക്കെ പകരില്ല എന്നും കൂടെ നമുക്ക് നോക്കിയാലോ? കൈ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ HIV പകരില്ല. ആലിംഗനം ചെയ്യുന്നത് കൊണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് പേഴ്സൺ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചുമ തുമ്മൽ, നമ്മുടെ കൊറോണയൊക്കെ ചുമയും തുമ്മലൊക്കെ കൂടെ വരുമല്ലേ, ഇത് അങ്ങനെയൊന്നും വരത്തില്ല. കൊതുകടി ഏൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധാരണ സ്പർശനം, നമ്മൾ തോളിൽ കൈയിടുക, അല്ലെങ്കിൽ ഷേക്ക് ഹാൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുക, നമ്മുടെ നോർമൽ ടച്ച് വഴി നമ്മുടെ ഈ അസുഖം നമുക്ക് പകരില്ല. ഓക്കെ, ഇവ വഴി നമ്മുടെ ലോകാരോഗ്യ സംഘടന തന്നെ ഈ കാര്യങ്ങൾ വഴി വരില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. HIV ലക്ഷണങ്ങൾ. HIV തുടക്കത്തിൽ ലക്ഷണം ഒന്നും കാണാറില്ല. എന്നാൽ പിന്നീട് പനി, ക്ഷീണം, വരണ്ട ചുമ, ശരീരഭാരക്കുറവ്, തൊണ്ടവേദന, വ്രണങ്ങൾ, ക്ഷീണം, രാത്രി വിയർപ്പ്, ലിംഫ് ഗ്രന്ഥികൾ വീക്കം എന്നിവയോടുകൂടിയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ശരീരഭാരം കുറയുന്നു, വയറിളക്കം, ക്ഷീണം, പനി തുടങ്ങിയവയെ എയ്ഡ്സ് ലക്ഷണങ്ങൾ ഉൾപ്പെടുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ ഇത് ന്യൂമോണിയ പോലുള്ള പല അസുഖങ്ങളിലേക്ക് കാരണമാകാറുണ്ട്. HIV കണ്ടെത്താൻ ഉപയോഗിക്കുന്ന പ്രധാന പരിശോധനകൾ ഏതൊക്കെയാണ്? എലൈസ ഓർ റാപ്പിഡ് ആന്റിബോഡി ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, അല്ലെങ്കിൽ വൈറൽ ലോഡ് ടെസ്റ്റ്, CD4 കൗണ്ട്. നമുക്ക് ഈ ടെസ്റ്റുകൾ വഴി നമുക്ക് കണ്ടെത്താം. അപ്പം ചികിത്സ എന്തൊക്കെയാണ്?